അസ്സലാമു അലൈക്കും. ആജിയാരെ, ഇപ്പോൾ വേദനയ്ക്ക് കുറവുണ്ടോ? മുറിവെല്ലാം വൃത്തിയാക്കി മരുന്ന് വെച്ചപ്പോൾ മാഷി ചോദിച്ചു. അൽഹംദുലില്ലാ, ഇപ്പോൾ നല്ല കുറവുണ്ട്. സത്യത്തിൽ എനിക്ക് വേദന ഇല്ലായിരുന്നു. വല്ലാത്തൊരു മരവിപ്പായിരുന്നു. ശരീരവേദനയ്ക്ക് സഹിക്കാടോ, പക്ഷേ മനസ്സിൻ്റെ വേദനയാണ് പ്രശ്നം. മൊയ്തീൻ ഹാജി ആകെ തകർന്നിരിക്കുകയാണെന്ന് അവർക്കൊക്കെ മനസ്സിലായി. അവരുടെ മനസ്സിൽ അയാൾ ഒരു പ്രമാണിയായിരുന്നു. ആവശ്യത്തിന് സ്വത്തുക്കൾ, 3 ആൺമക്കൾ, 3 പേരും ഗൾഫിൽ. എല്ലാവർക്കും നല്ല ജോലിയും വരുമാനവും, എല്ലാവർക്കും വീടുമായി, ഇഷ്ടം പോലെ സ്വത്തുക്കൾ. ഒരു മോൾ ഉള്ളതിനെ കെട്ടിച്ചു. അവൾക്കും വലിയ വീടും കാര്യങ്ങളും, മരുമകനും ഗൾഫിൽ. എല്ലാം കൊണ്ടും സുഖം. അയാൾക്ക് വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കാനുള്ള പണമൊക്കെ ഇപ്പോഴുമുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇളയ മരുമകൾ മാത്രമായിരുന്നു അയാളെ ഒന്ന് നന്നായി പരിഗണിച്ചത്. അവളെയാണെങ്കിൽ മകൻ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കുകയും ചെയ്തു. ചായ ഇതാ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആബിദ ചായയും പലഹാരം കൊണ്ടുവച്ചു. വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും എല്ലാവരും കൈകൾ കഴുകി ചായ കുടിക്കാനിരുന്നു. എന്നാൽ മാഷി ഒരു ചായ ഗ്ലാസുമായി മൊയ്തീൻ ഹാജിയുടെ റൂമിലേക്കാണ് പോയത്. അയാൾ അകത്തു കയറി വാതിൽ പതിയെ ചേർത്തടച്ചു. എന്നിട്ട് അയാളുടെ അടുത്ത് പോയിരുന്നു. പിന്നെ ഞാൻ നിന്നോട് കുറേ തവണ ഇതൊക്കെ പറഞ്ഞതാണ് മൊയ്തീനെ. അപ്പോൾ നീ എന്താ പറഞ്ഞത്? മരുമക്കളും മക്കളും എന്നെ നല്ലതുപോലെ നോക്കുമെന്ന്. ഇപ്പോൾ എന്തായി? അയാൾ ഒന്നും മിണ്ടാതെ മാഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നത്? എൻ്റെ കയ്യിൽ പണമുണ്ടോ? ബാങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ എന്തിനാണ് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചത്? മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? അയാൾക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ എൻ്റെ കാര്യം നിന്ന് നോക്ക്. എനിക്ക് ആവശ്യത്തിന് സ്വത്തുക്കളുണ്ട്. ഇപ്പോൾ പെൻഷനും കിട്ടുന്നുണ്ട്. എന്നാലും നിൻ്റെ അത്ര സ്വത്തുക്കളൊന്നും പണമൊന്നും എൻ്റെ കയ്യിലില്ല. എന്നിട്ടും ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം മാത്രം 10ലേറെ സ്ഥലങ്ങൾ സന്ദർശിച്ചു. 2 മാസം കൂടി കഴിഞ്ഞാലേ ഞാൻ വലിയൊരു യൂറോപ്യൻ ട്രിപ്പ് പോകുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള വിസക്കുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും അതിന് വേണ്ടി വരും. എന്നിട്ട് ഞാൻ അതിന് പോകുന്നു. നീ ഹജ്ജും ഉംറയും ചെയ്യാനല്ലാതെ നമ്മുടെ നാട് വിട്ടു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അയാൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. അതൊക്കെ നമ്മളെ കുഴപ്പം. നമ്മൾ ജോലി ചെയ്തും അല്ലാതെ കുറേ പൈസ ഉണ്ടാക്കണം. അതിൽ 1 രൂപ പോലും ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കണം. അതെന്തിനാ? നമ്മൾ നല്ലൊരു യാത്ര പോകുന്നില്ല, നല്ല ഭക്ഷണം കഴിക്കില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. എല്ലാ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കായി ചെലവഴിക്കുന്നു. ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നു. വയസ്സുകാലത്ത് നമ്മളൊന്നും മര്യാദക്ക് പരിഗണിക്കാൻ പോലും ആരും തയ്യാറല്ല. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി എന്തിനാ ഈ സ്വത്തുക്കളൊക്കെ എടുത്തു വെക്കണത്? നമ്മുടെ വിശ്വാസപ്രകാരം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണല്ലോ. നിൻ്റെ കയ്യിലുള്ള പണക്കെ നിൻ്റെ മരണശേഷം നിൻ്റെ മക്കളെ വീതിച്ചെടുക്കും. നിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ പോലും താല്പര്യമില്ലാത്ത, എനിക്ക് നല്ലൊരു ചികിത്സ തരാൻ തയ്യാറില്ലാത്ത, 1 മാസം 20,000 അതിൽ കൂടുതൽ കൊടുത്ത് ഒരു ഹോം നേഴ്സിനെ പോലും വെക്കാൻ തയ്യാറല്ലാത്ത എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇതെല്ലാം എടുത്തു വെച്ചിട്ട് എന്ത് കാര്യമാടോ? മൊയ്തീൻ ഹാജി കാര്യം മനസ്സിലായതുപോലെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് പുറത്തെ വേദന നന്നായി കുറഞ്ഞിരുന്നു. ഞാൻ എന്ത് വേണമെന്നാണ് ഈ പറയുന്നത്? ആദ്യം നിൻ്റെ മുറിവുകൾ ഉണങ്ങട്ടെ. എനിക്കറിയാവുന്ന ഒരാൾ ഇങ്ങനെ കിടപ്പിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അതിനൊക്കെ ചികിത്സയുണ്ട്. നിനക്ക് കൈയും കാലൊക്കെ അനക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ, അതൊക്കെയുണ്ട്. ശരിക്കും നിൻ്റെ പ്രശ്നം എന്താണ്? എവിടെയാണ് എന്നെ അവസാനം കാണിച്ചത്? പിന്നീട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ശരീരം തളർന്നു പോയതാണല്ലോ പ്രശ്നം. കൈയും കാലൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഒന്നിനൊരു ബലമില്ല. ഇതിനൊക്കെ ചികിത്സയുണ്ടോ? നമുക്കേ കോട്ടക്കൽ ആയുർവേദശാലയിൽ ഒന്ന് പോയി നോക്കാം. വേണമെങ്കിൽ കോഴിക്കോട് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലും പോയി നോക്കാം. എനിക്കതിന് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എഴുന്നേറ്റ് നടക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിലേ നിൻ്റെ മുഴുവൻ സ്വത്തുക്കൾ വിറ്റിട്ടാണെങ്കിലും ചികിത്സിച്ച് ഭേദാക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. നീ ആ നേഴ്സിനെ കണ്ടോ? അവൾ യൂറോപ്പിലൊക്കെ ജോലി ചെയ്ത് റിട്ടയറായി വന്നതാണ്. അവളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. 10,000 രൂപ ശമ്പളത്തിന് വേണ്ടി വരുന്നതല്ല. അവൾ എന്നോട് പറഞ്ഞത് നിൻ്റെ ശരീരത്തിന് ചലനശേഷിയുണ്ട് എന്നാണ്. നിനക്കേ നല്ല ചികിത്സ കിട്ടിയാൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നാണ് അവൾ പറഞ്ഞത്. ആയുർവേദ ചികിത്സ കൊണ്ട് പലരുടെയും തളർച്ച മാറിയ അനുഭവം ഉണ്ടത്രേ. മൊയ്തീൻ ഹാജിയുടെ കണ്ണുകളിൽ പ്രതീക്ഷ തെളിഞ്ഞു. ആദ്യം നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഫുൾ ചെക്കപ്പ് ചെയ്യാം. അവയുടെ അഭിപ്രായം നോക്കിയതിനു ശേഷം തീരുമാനിക്കാം എന്ത് ചികിത്സ ചെയ്യണമെന്ന്.
അതൊക്കെ ഞാൻ നോക്കിയതാണ്. എഴുന്നേറ്റ് നടക്കാൻ 1% പോലും സാധ്യതയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1% സാധ്യതയില്ലേ? പിന്നെ എന്താണെന്ന് തുടർ ചികിത്സ ചെയ്യാത്തത്? ഒരുപാട് പണം മുടക്കിയിട്ട് ഒന്നും പ്രയോജനം കിട്ടാൻ പോകുന്നില്ലെന്ന് അന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാനും പൈസ വെറുതെ കളയണ്ടെന്ന് കരുതി. അതായിരുന്നു അന്ന് നിനക്ക് പറ്റിയ അബദ്ധം. അന്ന് കുറച്ച് പണം ചെലവഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമായിരുന്നു. മൊയ്തീൻ ഹാജി നിരാശയോടെ തലയാട്ടി. അപ്പോൾ നാളെ തന്നെ ഞാൻ ആംബുലൻസുമായി വരാട്ടോ. ഇനി മുറിവ് ഉണങ്ങാനൊന്നും നിൽക്കണ്ട, റെഡി ആയിക്കോണ്ടേ. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഹാജിയുടെ മുഖത്തെ ഒന്ന് തലോടി മാഷി പുറത്തേക്ക് പോയി. ജീവിതത്തിൽ ആദ്യമായി വലിയ പ്രതീക്ഷകളോടെ ഹാജിയാർ അങ്ങനെ കിടന്നു. തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് തുലച്ചിട്ടാണെങ്കിലും എഴുന്നേറ്റ് നടക്കണം എന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. തൻ്റെ മുഴുവൻ സ്വത്തുക്കളും വിറ്റ് തുലച്ചിട്ടാണെങ്കിലും എഴുന്നേറ്റ് നടക്കണം എന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. തൻ്റെ കുടുംബത്തിന് മുൻപിൽ, തന്നെ ചവിട്ടി അരച്ചവരുടെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് ഒരു ദിവസമെങ്കിലും എനിക്ക് ഒരു ദിവസം ജീവിക്കണം എന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആത്മസംതൃപ്തി നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ജാസ്മിൻ മുറിയിലേക്ക് തിരിച്ചു തന്നത്. ജമാൽ ഉറങ്ങുകയായിരിക്കും എന്നാണ് അവൾ കരുതിയത്. എന്നാൽ അവളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി അയാൾ മുറിയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അയാളെ കണ്ടപ്പോൾ അവൾ അറിയാതെ ഒന്ന് പതറി. ആഹാ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ? സാധാരണ രാത്രി ഉറക്കമൊഴിച്ച് ഫുട്ബോൾ കണ്ടാൽ ഉച്ചയാവാതെ നിങ്ങൾ എഴുന്നേൽക്കുന്നത് പതിവില്ലല്ലോ. ആ, സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവൻ്റെ സംസാരം കേട്ട് ജാസ്മിൻ്റെ നെഞ്ചിലൂടെ ഒരു ഇടിമിന്നൽ കടന്നുപോയി. ഖാലിദിൻ്റെ കൂടെ കറങ്ങിയത് ജമാൽ അറിഞ്ഞു എന്നായിരുന്നു അവരുടെ സംശയം. അവൾ വേവലാതിയോടെ അയാളെ നോക്കി. അവൾ പെട്ടെന്ന് അവൾക്ക് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ നേരത്തെ തന്നെ അയാൾ എഴുന്നേൽക്കിട്ട് കാണും. തൻ്റെ മൊബൈൽ സൈലൻറ്റിലായതുകൊണ്ട് വിളിച്ചത് താൻ അറിഞ്ഞു കാണില്ല. ആകെ പ്രശ്നമായി എന്ന് അവൾക്ക് തോന്നി. നിനക്ക് ചായ വേണോ? അവൾ വേണ്ട എന്ന് അർത്ഥത്തിൽ തലയാട്ടി. നീ ഇത്ര സമയമായിട്ടൊന്നും ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്തു പറ്റി? അവൾ എന്തു പറയണമെന്ന് അറിയാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ആകെ പ്രശ്നമായി എന്ന് അവൾ ഓർത്തു. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ നോക്കിയത് നീ ചായ ഉണ്ടാക്കിയിട്ടോ എന്നാണ്. ഞാൻ നോക്കുമ്പോഴേക്ക് നിങ്ങൾ ഉറങ്ങില്ലായിരുന്നോ? നിങ്ങൾ എണീറ്റ് ചായ ഉണ്ടാക്കി ഒരുമിച്ച് കൊടുക്കുക എന്ന് കരുതി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് നിങ്ങൾ എണീക്കുകയും ചെയ്തു. നീ നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അയാൾ പറഞ്ഞു. റിസോർട്ടിന് പുറത്ത് വണ്ടി നിർത്തി വന്നത് നന്നായി എന്ന് അവൾക്ക് തോന്നി. ഈ ഭാഗത്ത് നിന്ന് ഗേറ്റ് വഴി നടന്നു വരുന്നത് എന്തായാലും കാണൂല. അവൾക്ക് നേരിയ ആശ്വാസം തോന്നി. ഞാൻ കുറേ നടന്നു ഇക്ക. അവിടെ അപ്പുറത്തൊരു ചെറിയ കോഫി ഷോപ്പുണ്ട്. അവിടെയുള്ള സ്ത്രീകളോട് ചോദിച്ചപ്പോൾ അവിടെ നല്ല കോഫി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പോയി ഒരു കോഫി കുടിച്ചു വന്നു. നമുക്ക് അവിടെ പോയി ഒന്നുകൂടി കുടിച്ചു വന്നാലോ? ആ, പിന്നെ പോവാം. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഉണർന്നപ്പോൾ വെറുതെ വന്ന് മൊബൈൽ നോക്കിയതാ. അപ്പോഴാ കുറേ മിസ് കോള്. എന്താണ് അറിയാൻ വേണ്ടിയെന്ന് വിളിച്ചു നോക്കിയതാണ്. അവിടുത്തെ കമ്പനിയിൽ നിന്നാ. അപ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കുകയും ചെയ്തു. നിനക്ക് വേണമെങ്കിൽ നീ തനിച്ചു പോയി വാ, ഞാൻ ഒന്നുകൂടി ഒന്ന് ഉറങ്ങട്ടെ. അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ജമൂൽ ഇപ്പോഴാണ് എഴുന്നേറ്റത്. താൻ നടന്നു വരുന്നത് അപ്പോൾ ജനലിലൂടെ കണ്ടു കാണും. താൻ ഇപ്പോൾ വെറുതെ പുറത്തു പോയതാവും എന്ന് കരുതി കാണും. ഏതായാലും അത് നന്നായി എന്ന് അവൾ ഓർത്തു. നിങ്ങൾക്കല്ലെങ്കിലും നിങ്ങളെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. എന്തായാലും നിങ്ങളെ ഉറക്കം നടക്കട്ടെ. ഞാൻ നിങ്ങളെ ഉറക്കം കളഞ്ഞു എന്ന് വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഞാൻ ഓർഡർ ചെയ്യാം. ഒന്നും വേണ്ട, ഒന്നുകൂടി ഉറങ്ങിയാൽ മതി. അല്ല, നിങ്ങളെ കടയിൽ നിന്ന് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ എനിക്ക് ലീവ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകേണ്ടി വരും. സൂപ്പർ മാർക്കറ്റിലെ ചെറിയൊരു പ്രശ്നം. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് 1-2 പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യണം. അതൊക്കെ ഇവിടെ ഓൺലൈൻ ബാങ്കിങ് വഴി ചെയ്യാലോ. എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അവൾ നേരിയ സംശയത്തോടെ ചോദിച്ചു. ആ, ഒപ്പിട്ട് കൊടുക്കാൻ ഞാൻ തന്നെ പോണല്ലോ. ചിരിയോടെ അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. ജമാൽ പോയാൽ കാര്യങ്ങളൊക്കെ തൻ്റെ ഇഷ്ടപ്രകാരം നടത്താമെന്ന് അവൾ കരുതി. അത് ശരിയാണല്ലോ, ഒപ്പിട്ട് കൊടുക്കാൻ നിങ്ങൾ തന്നെ പോണല്ലോ അല്ലേ? ഒപ്പിട്ട ചെക്ക് ലീഫൊന്നും അവിടെ ഇല്ല. ചിരിയോടെ ജമാൽ പറഞ്ഞു. അങ്ങനെ ഒപ്പിട്ട ചെക്ക് ലീഫൊന്നും ആരെയും ഏൽപ്പിച്ചു പോരാൻ പറ്റൂല ജാസ്മിനെ. ആരെയും വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിച്ചവരൊക്കെ ഇന്ന് വലിയ സമ്പന്നരാണ്. നിങ്ങളെപ്പോലെ അല്ലേ എന്ന് ചോദിക്കാൻ വന്നതാണ് ജാസ്മിൻ.
പക്ഷേ അത് പിന്നെ വേണ്ട എന്ന് വെച്ചു. ജമാൽ ഒറ്റയ്ക്ക് പെട്ടെന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ തൻ്റെ ഇഷ്ടത്തിന് നടക്കാമല്ലോ എന്നായിരുന്നു അവളുടെ ചിന്ത. എന്നാൽ പിന്നെ ആരെയും പേടിക്കാതെ ഖാലിദിൻ്റെ കൂടെ കറങ്ങാൻ പോകാം. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അയാളെ കറക്കി വീഴ്ത്താമെന്ന് അവൾക്ക് തോന്നി. എല്ലാം കൊണ്ടും ജമാലിനേക്കാൾ മികച്ചവനാണ് ഖാലിദ്. സമ്പത്ത് മാത്രമല്ല, മികച്ച ആരോഗ്യവും പെരുമാറ്റവും എല്ലാം അയാൾക്കുണ്ട്. അയാൾ ഒരു പെണ്ണുപിടയനല്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ താല്പര്യമുള്ള സ്ത്രീകളുടെയൊക്കെ പിന്നാലെ പോകുന്നവരാണെങ്കിൽ രാവിലെ ചായ കുടിക്കാൻ എന്ന് പറഞ്ഞ് അയാളുടെ റൂമിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു താല്പര്യം അയാൾ കാണിച്ചിട്ടില്ല. 1, 2, 3 തവണ ശ്രമിച്ചിട്ടും അയാൾ അതിൽ നിന്നെല്ലാം എത്ര വിദഗ്ധമായാണ് ഒഴിഞ്ഞു മാറുന്നത്. അത് ഓർത്തതും അവളുടെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു. അത് ശരിയാണിക്ക, ആരെയും വിശ്വസിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാവരും പണം ഉണ്ടാക്കാൻ വരുന്നവരാണല്ലോ. അയാൾ പതിയെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. തന്നെ കൊള്ളിച്ചാണോ അവൾ പറഞ്ഞത് എന്ന് അയാൾക്ക് തോന്നി. അവളുടെ ചുണ്ടിലെ മന്ദഹാസം കണ്ടപ്പോഴാണ് അയാൾക്ക് അങ്ങനെ തോന്നിയത്. യഥാർത്ഥത്തിൽ അവൾ മനസ്സിൽ കരുതിയത് എന്താണെന്ന് അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ അയാളുടെ ഹൃദയം പൊട്ടുമായിരുന്നു. അയാളൊന്നും മൂടി. എന്നാലേ 2 ടിക്കറ്റ് എടുത്തേക്കല്ലേ? നിങ്ങളില്ലാതെ ഞാൻ മാത്രം ഇവിടെ നിന്നിട്ട് എന്തിനാണ്? നമുക്ക് ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു കളയാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് സൗദിയിലേക്ക് തന്നെ തിരിച്ചു പോവാം. അതൊന്നും വേണ്ട, അയാൾ പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ 2 പേരും നല്ല താല്പര്യത്തോടെ ഇറങ്ങിയതല്ലേ. 2-3 ദിവസം കൂടി, അല്ലെങ്കിൽ ഈ ആഴ്ച മുഴുവൻ നമുക്ക് കറങ്ങാം. എന്നിട്ട് അടുത്ത ആഴ്ചയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണ്. നമ്മൾ 2 പേരും ഉടനെ പോകാതിരിക്കുകയാണ് നല്ലത്. ഞാൻ പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. അല്ലെങ്കിൽ ഞാൻ ആദ്യം പോയിട്ട് അവിടെ നിൽക്കാം. നിനക്കെന്തായാലും റിട്ടേൺ ടിക്കറ്റ് ഉണ്ടല്ലോ. ആ സമയത്ത് തന്നെ വന്നാൽ മതി. അപ്പോഴേക്കും ഞാൻ നമ്മുടെ പുതിയ കടയുടെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. എന്നാലും ഇക്ക, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ? ഉള്ളിലുള്ള സന്തോഷം പുറത്ത് കാണിക്കാതെ അവൾ പറഞ്ഞു. പിന്നെ നേരെ അയാളുടെ അടുത്തേക്ക് പുതപ്പിനുള്ളിലൂടെ കയറിക്കിടന്നു. അവളുടെ കൈകൾ അയാളുടെ നെഞ്ചിലൂടെ ഇഴിഞ്ഞു. പക്ഷേ അയാൾ അങ്ങനെ ഒരു മൂഡിലായിരുന്നില്ല. അയാൾക്ക് എത്രയും പെട്ടെന്ന് ഉറങ്ങണമായിരുന്നു. 1-2 ആഴ്ചത്തെ കാര്യമില്ലുള്ളൂ. അപ്പോഴേക്കും നിനക്ക് അങ്ങോട്ട് വരാൻ ജാസ്മിനെ. ഒറ്റയ്ക്ക് നിങ്ങളെ വീട്ടിൽ ഞാൻ നിൽക്കൂല. എനിക്കത് കഴിയൂല. ഒറ്റയ്ക്ക് അവിടെ നിൽക്കണമെന്ന് ആര് പറഞ്ഞു? ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നിൻ്റെ വീട്ടിൽ ഇറക്കി തരാം. പിന്നെ അവിടെ നിന്ന് പോന്നാൽ മതിയായല്ലോ. നല്ല കഥയായി. ഞങ്ങളെ കല്യാണം കഴിച്ചത് തന്നെ ആർക്കും ഇഷ്ടമായിട്ടില്ല. ഇനി എന്നോട് ആ വീട്ടിൽ കയറരുത് എന്നാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞത്. പിന്നെ ഞാനെങ്ങനെ അങ്ങോട്ട് പോവും? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഉമ്മയുടെ അനിയത്തിയുടെ മോളുടെ വീടുണ്ടല്ലോ. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസം. അവൾക്ക് അവിടെ സർക്കാർ ജോലിയുണ്ട്. അവൾ എപ്പോഴും എന്നോട് വരാൻ പറയാറുണ്ട്. അയാൾ സമ്മതഭാവത്തിൽ തലയാട്ടി. അതൊക്കെ നിൻ്റെ ഇഷ്ടം. ഞാനില്ലാതെ നീ എൻ്റെ വീട്ടിൽ താമസിക്കണ്ട. അത് അവർക്കും എനിക്കും നിനക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. അവൾ സന്തോഷത്തോടെ അയാളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ഞാനൊന്നുകൂടി ഉറങ്ങട്ടെ കേട്ടോ? അയാൾ ചോദിച്ചത് കേട്ട് അവൾ തലയാട്ടി. അയാൾ പുതപ്പ് തലവഴി മൂടിയതും അവൾ ബെഡിൽ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ചെറിയൊരു മൂളിപ്പാട്ടോടെ അവൾ ഒരു കോഫി ഉണ്ടാക്കി. അവൾ അതുമായി ബാൽക്കണിയിലേക്ക് പോയി. പോകുമ്പോൾ അവർ ബെഡ്റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. കോഫി കുടിച്ചുകൊണ്ട് അവൾ നെറ്റ് ഓൺ ചെയ്തു. പിന്നെ ഖാലിദിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മുഴുവൻ ബെല്ലടിച്ച് തീർന്നിട്ടും അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ട് അവൾക്ക് നിരാശ തോന്നി. അപ്പോഴേക്കും വാട്സപ്പിൽ അവൾക്ക് കുറേ മെസ്സേജുകൾ വന്നിരുന്നു. അവൾ ഓരോന്നായി നോക്കി. പരിചയമില്ലാത്ത 2 നമ്പറിൽ നിന്ന് വന്ന മെസ്സേജുകൾ അവൾ ഒന്ന് നോക്കി. അതിന് മറുപടിയൊന്നും കൊടുക്കാതെ അവൾ വാട്സപ്പ് ക്ലോസ് ചെയ്തു. പിന്നെ മെയിൽ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഖാലിദിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഇത്തവണ ആദ്യത്തെ റിങ്ങിന് തന്നെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഗുഡ് മോർണിംഗ്. കഴിയുന്നത്ര മധുരസ്വരത്തിൽ ജാസ്മിൻ പറഞ്ഞു. അയാൾ തിരിച്ചും വിഷ് ചെയ്തു. യാത്രയിലാണോ? അവൾ ചോദിച്ചു. യാത്രയിൽ തന്നെ. കോഴിക്കോട് ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. വളരെ അത്യാവശ്യമായി അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ആവശ്യം വന്നില്ല. ഞാൻ പോവാതെ തന്നെ കാര്യങ്ങൾ ക്ലിയറായി കിട്ടി. ആഹാ, എന്നിട്ട് സാറിപ്പോൾ എവിടെയാ? ഞാനേ റിസോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 20 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. അല്ല, ഈ സമയത്ത് നീ വിളിക്കുന്നത് എങ്ങനെയാണ്? ജമാൽ എണീറ്റില്ലേ? അവനെവിടെ? അങ്ങനെ വീണ്ടും ഉറങ്ങി. ഞാൻ വരുമ്പോൾ ആൾ ഉണർന്ന് കിടക്കുകയായിരുന്നു. കോഫി കുടിച്ച് വീണ്ടും ഉറങ്ങി. ഇനിയിപ്പോൾ ഉച്ച കഴിയാതെ എഴുന്നേൽക്കില്ല. അയാളൊന്ന് മൂളി. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അവൾ പതിയെ ചോദിച്ചു. ഇല്ല.
റിസോർട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ? ഓർഡർ ചെയ്താൽ ഫുഡ് റൂമിൽ എത്തുമല്ലോ. ഇപ്പോൾ ഓർഡർ ചെയ്താൽ നിങ്ങൾ വരുമ്പോഴേക്ക് ഫുഡും വരും. ഞാൻ വേണമെങ്കിൽ ഫുഡ് വാങ്ങി വെക്കാം. അത് വേണോ? അതൊന്നും വേണ്ട. ജമാൽ അറിഞ്ഞാൽ കുഴപ്പമാവൂലേ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അയാളിനി ഉച്ച കഴിയാതെ എണീക്കില്ല. ഇനിയിപ്പോൾ എഴുന്നേറ്റാലും എൻ്റെ ഫോണിൽ വിളിച്ചോളും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഇനി പുറത്ത് വന്നാലും നിങ്ങൾ റിസോർട്ട് അപ്പുറത്തല്ലേ, നേരിട്ട് ഒരിക്കലും കാണില്ല. നിങ്ങൾക്കെന്താ ഇത്ര പേടി? ജമാലിന് അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ശരി ശരി, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ? എനിക്ക് എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രോഗ്രാമുകൾ. വൈകുന്നേരം ഒരു പാർട്ടിയുണ്ട്. നീ വേണമെങ്കിൽ നീ ജമാലിനെയും കൂട്ടി വാ. പാർട്ടിയൊക്കെ പിന്നെയല്ലേ, ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഒരു 2 മണി വരെയൊക്കെ സമയമുണ്ട്. എങ്കിലും തയ്യാറെടുപ്പ് വേണമെങ്കിൽ കരുതിക്കോ. ജാസ്മിൻ അങ്ങനെ തുറന്നു പറയുമെന്ന് ഖാലിദ് കരുതിയില്ല. അയാൾക്ക് പെട്ടെന്ന് എന്താണ് പറയേണ്ടത് എന്ന് മനസ്സിലായില്ല. ജാസ്മിൻ തന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായിരുന്നു. ശരീരം അറിയാതെ ചൂട് പിടിക്കുന്നത് അയാൾ അറിഞ്ഞു. എന്തെങ്കിലും ആവട്ടെ എന്ന് അയാൾ കരുതി. റിസോർട്ടിലേക്ക് പോകണോ വേണ്ടയോ എന്ന് അയാളുടെ മനസ്സിൽ സംശയം ഉടലെടുത്തു. ഞാൻ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് പറയുന്നത്. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായി. ആരും അറിയാതെ നമ്മൾ തമ്മിൽ സ്നേഹം പങ്കിടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്നു എന്ന് കരുതി ഒന്നും വിചാരിക്കരുത്. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന ഒരാൾ നല്ലൊരു ഹോട്ടൽ കണ്ടാൽ ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചു എന്ന് വരും. അങ്ങനെ കരുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ എന്നോട് തുറന്നു പറയാം. ഞാനെന്നും നിങ്ങളോടൊരു നല്ല സുഹൃത്തായിരിക്കും. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല. നമ്മുടെ ബന്ധം തികച്ചും പ്രൊഫഷണലായിരിക്കും. അയാൾ അറിയാതെയൊന്ന് മൂളി. ഞാൻ കാത്തിരിക്കും. അതും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. പിന്നെ കോൾ രജിസ്റ്ററിൽ നിന്നും ആ നമ്പർ ഡിലീറ്റ് ചെയ്തു. വലിയ ഉത്സാഹത്തോടെയാണ് അവൾ അകത്തേക്ക് കയറിയത്. നേരെ ബാത്റൂമിൽ കയറി നന്നായി ഒന്ന് കുളിച്ചു. മുടി നന്നായി ഷാമ്പൂ ചെയ്ത് പതപ്പിച്ചു. മുടി നന്നായി ഉണക്കിയെടുത്തു. നല്ലതുപോലെ ദേഹം തുടച്ചതിന് ശേഷം ബാഗ് തുറന്ന് ലോഷൻ പുരട്ടി. പിന്നെ സാധാരണ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. അവൾ പതിയെ ജമാലിൻ്റെ അടുത്ത് പോയി നോക്കി. കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ് അയാൾ. അവൾ അയാളുടെ ഫോൺ എടുത്തു നോക്കി. സൈലന്റ് മോഡിൽ ഇട്ടിരിക്കുകയാണ്. അവൾ ഫോൺ അവിടെ തന്നെ വെച്ചു. പിന്നെ വാതിൽ പൂട്ടി പുറത്തിറങ്ങി. സമയം 10 മണി ആവുന്നതേയുള്ളൂ. ഖാലിദ് പറഞ്ഞ പ്രകാരം ഉടനെ തന്നെ അയാൾ ഇവിടെ എത്തും. അവൾ ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി റിസോർട്ടിന് മുമ്പിലുള്ള നടപ്പാതയിലൂടെ നടന്നു. കൂടുതൽ ആളുകളൊന്നും പുറത്തുണ്ടായിരുന്നില്ല. നേരത്തെ കോട അവളെ വന്ന് പൊതിഞ്ഞതപ്പോഴാണ്. പതിയെ അത് കൂടി വന്നു. അവൾ ധൃതിയിൽ അയാളുടെ റിസോർട്ടിന് നേരെ നടന്നു. അപ്പോഴേക്കും അയാളുടെ വണ്ടി വേഗം നിന്നു. വേഗം അകത്തേക്ക് പോകാം, അവൾ ധൃതിയിൽ പറഞ്ഞു. അയാൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവളും പെട്ടെന്ന് അകത്തേക്ക് കയറി. പിന്നെ കെട്ടിപ്പിടിച്ച് അവൾ അയാളെ ചുംബിച്ചു. ഇൻഷാ അല്ലാഹ്, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.